ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ടാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാച രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഹം. സദാശിവസമുദ്ഭൂതാം ശുദ്ധജ്ഞാനൈകരൂപിണീം രമണാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരു എന്ന തത്വം പ്രകൃതിയുടെ തന്നെ ഒരു ശക്തിയാണ്. എപ്പോൾ നിറയെ താപം വന്ന് ചൂട് കൂടി അവിടെ മഴ പെയ്യണോ, അതുപോലെ എപ്പോൾ ഒരു ജീവൻ തപിച്ച് വാസ്തവത്തിലുള്ള ഒരു പരിഹാരം തേടണത് അപ്പോൾ ഈ പ്രകൃതിയിൽ ഗുരു മാനിഫെസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് ഒരു നാമം തന്നെ ഗുരുമണ്ഡലരൂപിണ്യേ നമഃ. ഗുരുമണ്ഡലങ്ങൾ മുഴുവൻ ദേവിയുടെ രൂപമാണ്. എന്ന് വെച്ചാൽ സർവഗുരുവും ആ പ്രകൃതിയുടെ, ആ ശക്തിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ശക്തി വിശ്വമാതാവാണ്. എപ്പോൾ ഏതൊരു ജീവനാണോ ഒരു ഗുരുവിൻ്റെ ആവശ്യം, ഒരു പരമോന്നത വിദ്യയുടെ ആവശ്യം, അപ്പോൾ ആ ആവശ്യം നിവർത്തിയും ദേവി തന്നെ തരും. ആ ദേവി സാക്ഷാത് പരമേശ്വരൻ തന്നെയാണ്. കാരണം പരമേശ്വരന് ഒരു രൂപമുണ്ടെങ്കിൽ ആ രൂപം പരമേശ്വരി തന്നെയാണ്. കാരണം ഭഗവാനോ രൂപമേ ഇല്ല, വ്യോമവത് വ്യാപ്തദേഹായ. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഈ രൂപം, ആ രൂപഭാവങ്ങളെല്ലാം ദേവി പ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ ഉള്ള രൂപത്തെയാണ് നമ്മളിത് ഭഗവാനാണ്, ഇത് ഭഗവതിയാണ് എന്ന് ആരോപിക്കുന്നത്. ആ രൂപങ്ങൾ മുഴുവൻ പരമേശ്വരിയുടെ തന്നെ ഒരു കലയാണ്. ആ പരമേശ്വരി എന്ത് ചെയ്യണു? ഇന്ന് ലളിതാ സഹസ്രനാമം തന്നെ നമുക്ക് ഒരു ബേസ് ആക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം ഈ കൃതിക്ക്. ആ പരമേശ്വരി ഏറ്റവും അവസാനത്തെ നാമത്തിൽ ശിവശക്തി ഐക്യരൂപിണ്യേ ലളിതാംബിക, ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ. ശിവം എന്ന് പറഞ്ഞത് നിർഗുണ പരബ്രഹ്മം എന്ന് വെച്ചാൽ ഗുണാതീതമായ ഒന്ന്. ശക്തി എന്ന് പറഞ്ഞത് ഒരു ഗുണമാണ്. ഈ ഗുണം ഗുണാതീതമായ ഒരു പൊരുളിലേക്കുള്ള കൂടിച്ചേരൽ, ഒരു സംഗമം, ഒരു യോഗം. ആ യോഗം തന്നെയാണ് ഒരു ഗുരു ഒരു ശിഷ്യനിൽ ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ പറയണത് ശിവപദപ്രദം. ഒരു ഗുണാതീതമാക്കി ഒരു ശിഷ്യനെ ഗുരു എടുക്കണു. ശിവപദപ്രദം. Like that energy will carry the shishya to that Shivapatham, that source of energy. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ചില ഭക്തന്മാർ തിരുവണ്ണാമലയിൽ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ ചിദംബരം വരെ പോകാം, അവിടെ പരമേശ്വരൻ്റെ ആ നടരാജൻ്റെ നടനം വളരെയധികം പ്രസിദ്ധമാണ്. അവിടെ ദർശനാത് അബ്രസദസി എന്ന് സ്കന്ദപുരാണമേ പറയുന്നുണ്ട്. അവിടെ ദർശനം ചെയ്യുന്നത് വലിയ പുണ്യമാണ് ഭഗവാനെ. അതുകൊണ്ട് നമുക്ക് ചിദംബരം വരെ പോവാം. അവിടെ ശക്തിയുടെ വൈഭവത്തിൽ നടരാജൻ്റെ നൃത്തം
പല ഭക്തന്മാരും കണ്ടു ഭ്രമിച്ചു പോയതൊക്കെ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, നമുക്കൊന്ന് പോവാം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു ശ്ലോകം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അത്ര അചലനേ ആകിലും അച്ചബൈ തന്നിൽ അചലയാമമ്മയതിരാട് അചല ഉരു ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എന്ന് അറി. അചലനേ ആകിലും, ഭഗവാന്റെ സ്വരൂപം എന്താ? നിശ്ചല തത്വം അല്ലേ, മുക്തിസ്വരൂപമാണ് ഭഗവാൻ. ആ സഭൈ തന്നിൽ, ആ ചിത്സഭയില് ശക്തി വൈഭവത്തില് അചലയാം അമ്മയെതിരാടും, ചലിച്ചുകൊണ്ടേയിരിക്കണ അമ്മ ദേവി അല്ലേ. ആ ദേവി എനർജി, ഇറ്റ് ഈസ് മൂവിങ്, അതൊരു ചലനമാണ്. എനർജി എന്ന് പറഞ്ഞാൽ ഒരു ചലനമാണ്, പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു ചലനമാണ്, അത് മാറ്റമാണ്. ആ പ്രകൃതിയിൽ, ആ പ്രകൃതി വൈഭവത്തോട് കൂടിച്ചേർന്നുകൊണ്ട് അചലനേ ആകിലും അച്ചബൈ തന്നിൽ അചലയാമമ്മ എതിരാട് അചല ഉരു. ഭഗവാന്റെ രൂപം എന്താ? അചലം. അചല ഉരു ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എന്ന് അറി. ആ ശക്തി പോയി ഒടുങ്ങണ ഒരു സോഴ്സ്, ഒരു സെന്റർ. ദാറ്റ് സെന്റർ ഇറ്റ് സെൽഫ് ഈസ് അരുണാചലം. ദാറ്റ് സെന്റർ ഇറ്റ് സെൽഫ് ഈസ് ശിവപദം. ആ സെന്ററിനെയാണ് നമ്മൾ അരുണാചലം എന്ന് പറയണത്. ആ സെന്ററിനെ തന്നെയാണ് നമ്മൾ ശിവപദം എന്ന് പറയണത്. ആ ശിവപദപ്രദമായിട്ടുള്ള ഭഗവാൻ ഗുരു ദേശികൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ആശകളെ മുഴുവൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കാമദാഹകം. എങ്ങനെയാണോ കാമദേവന്റെ ബാണത്തെ ഭഗവാൻ തൃക്കണ്ണുകൊണ്ട്, നോക്കൂ അവിടെ വേറെ ആയുധമൊന്നുമില്ല, തൃക്കണ്ണ് അല്ലേ. രണ്ട് കണ്ണിനെ പറ്റി നമ്മൾ വി ആർ ഓൾ ഫെമിലിയർ വിത്ത് ദ ടു ഐസ്. രണ്ട് കണ്ണിനെ കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയാം. മൂന്നാമതൊരു കണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗവതമേ പറയണു, ഉപനിഷത്സു ചക്ഷുഹു. ആ കണ്ണ് ഉപനിഷത്താകുന്ന കണ്ണ്. ഇപ്പൊ ഹരിനാമ കീർത്തനത്തിൽ ഒരു പ്രസിദ്ധമായ ഒരു മന്ത്രമുണ്ട്, എല്ലാവർക്കും അറിയാം. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ. അർക്ക അനലാദി എന്ന് പറഞ്ഞാൽ അഗ്നി, സൂര്യൻ, ഇതിനൊക്കെ കാണണതായിട്ടുള്ള കണ്ണിനു കണ്ണ്, അതിൻ്റെ പിന്നിലൊരു കണ്ണ് അങ്ങനെ ഇരുന്ന് കാണുന്നു. കാരണം ഈ കണ്ണല്ല കാണുന്നത്. ഈ കണ്ണിനെ കൊണ്ട് വേറൊരാൾക്ക് വെച്ചു കൊടുത്താൽ, ഒരു അന്ധനായ ഒരാൾക്ക് വെച്ചു കൊടുത്താൽ ഈ കണ്ണു പറയില്ല ഞാൻ ഇത് കണ്ടതാണെന്ന് പറയില്ല. ആ കണ്ണിന് കണ്ണായിരുന്ന മനസ്സാകുന്ന കണ്ണാണ് ഇതിൻ്റെ പിന്നിലിരുന്ന് കാണുന്നത്. അതിനും കണ്ണായിരുന്ന പൊരുൾ. എന്തുകൊണ്ടാണ് മനസ്സുള്ളത്? കേനേഷിതം പദ്ധതി പ്രേഷിതം മനഃ. ഏതൊരു ശക്തി ഉള്ളത് കൊണ്ടാണോ മനസ്സ് വെളിയിലേക്ക് വിക്ഷേപം വരണത്, പലതിനെയും ഗ്രഹിക്കണത്, പല വർക്കും നടക്കണത്, ആ പൊരുൾ, അതിൻ്റെയും പിന്നിൽ കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു ഹരിനാരായണ. അതിനും പിന്നിൽ കണ്ണായിട്ട്, ഒരു സപ്പോർട്ടായിട്ട്, എല്ലാത്തിനും ആശ്രയമായിട്ടൊരു പൊരുൾ ഇരിക്കുന്നുണ്ടല്ലോ, ആ പൊരുളാണ് താൻ. അപ്പോൾ ആ കണ്ണ് എന്താണെന്ന് വെച്ചാൽ ഉപനിഷത്താകുന്ന കണ്ണ്, ജ്ഞാനമാകുന്ന കണ്ണ്, തൻ്റെ സ്വരൂപമാകുന്ന കണ്ണ്. ആ കണ്ണ് എപ്പോൾ ഓപ്പൺ ആവുമോ കാമദാഹകം, പിന്നെ നമുക്ക് വെളിയിൽ നിന്നൊന്നും നേടാനേ ഇല്ല. ദർ ഈസ് നത്തിങ് ടു അച്ചീവ് അല്ലേ. ഭഗവാൻ ആ തപസ്സിൽ നിന്നും ആ കണ്ണങ്ങോട്ട് തുറന്നപ്പോൾ നോക്കൂ, തപസ്സിൽ നിന്നാണ് ആ കണ്ണ് തുറന്നത്. ഉപനിഷത്തെ പറയണത് തപസ്സിയോ തപസ്സിയോ. ഏറ്റവും വലിയ തപസ് എന്താന്ന് വെച്ചാൽ ന്യാസമേഷാം തപസാമതിരിക്തമാഹു. ന്യാസം, സന്യാസം അല്ലേ, സമ്യക് ന്യാസം, ത്യാഗം, ഇതാണ് ഏറ്റവും വലിയ തപസ്. ഉപനിഷത്തെ പറയണു തപസ് ചെയ്തിട്ട് വരൂ, തപസ് ചെയ്തിട്ട് വരൂ. തദ്ധി തപഹ, തദ്ധി തപഹ. വീണ്ടും 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 തപസ് ചെയ്യൂ. ഈ തപസ്സിന്റെ ഫലമായിട്ട് ഈ കണ്ണ് ഓപ്പൺ ആവണോ? ഈ കണ്ണ് ഓപ്പൺ ആയാലോ കാമദാഹകം. അവിടെ കന്ദർപ്പദർപ്പഘ്നമീശം. ആ കന്ദർപ്പദർപ്പം അല്ലേ അങ്ങോട്ട് ഇല്ലാതാക്കി ആ പരമേശ്വരൻ ആ ശിവപദത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാമമേ ഇല്ല. കാമത്തിന് മുഴുവൻ ജയിച്ചിരിക്കണം. അതുകൊണ്ടാണ് കാമേശ്വരൻ എന്ന് ഭഗവാന് പേര്. അപ്പോൾ ആ കാമേശ്വര തുല്യനായ ഗുരു ആ ഗുരുപദത്തിൽ തന്നെ കൊണ്ടുപോകണം അല്ലേ. ഗുരു ചിന്താമണി എന്നൊരു കല്ലിനെ പറ്റി പൊതുവിൽ പറയും. ഈ കല്ല് കൊണ്ട് ഏതൊരു ലോഹത്തിനെ തൊട്ടാലും സ്വർണമായി മാറുന്നു.
അങ്ങനെ എന്തോ അൽക്കമി എന്തോ പറയണുണ്ട്. അതേ ടൈമിൽ ശങ്കരാചാര്യർ പറയണു, ഗുരു എന്ന് പറയണത് ചിന്താമണി പോലെയാണ് എന്ന് പലരും പറഞ്ഞപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു അതൊരു ഹീനോപമയാണ്. ഗുരു ഒരിക്കലും ചിന്താമണിയല്ല. ചിന്താമണിയെ കൊണ്ടൊരു ലോഹത്തിനെ തൊട്ടാൽ ആ ലോഹം സ്വർണമേ ആവുള്ളൂ. പക്ഷേ ഗുരു ചിന്താമണി കൊണ്ട് തൊട്ടാൽ ചിന്താമണി തന്നെ ആക്കണം. ഗുരു ആരൊക്കെ സ്പർശിക്കണോ അവനെ ഗുരുപദത്തിലേക്ക് തന്നെ ഉയർത്തണം. ആ ഗുരു എങ്ങനെ ഇരിക്കണു? യതിവര പ്രഭോ നതിരിയം തവ. യതിവര പ്രഭു, അവന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഓൺ ചെയ്യണം എന്നുള്ളൊരു ഭാവമേ ഇല്ല. രമണാശ്രമത്തിൽ ഒരു നാളേക്ക് വെളിയിലെല്ലാവരെയും കൂട്ടിയിട്ട് മുഖ്യ അതിഥികളെയൊക്കെ വിളിച്ചിട്ട് ഒരു സദ്യ, ഒരു ഭോജൻ വെച്ചു. അന്ന് പൊതുവിൽ അവിടുത്തെ സർവാധികാരിയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഭിക്ഷുക്കൾക്ക് രണ്ടാമതേ ഉള്ളൂ, സാധുക്കൾക്ക്. അങ്ങനെ അവിടെ എല്ലാം ക്രമങ്ങളായി, ഊണ് കഴിക്കേണ്ട നേരമായി, എല്ലാവരും അസംബിളായി. ഭഗവാൻ വരണത് ഒരു വഴക്കം, ഭഗവാനെ കണ്ടില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സെർച്ച് ചെയ്തു തുടങ്ങി. ഭഗവാൻ അവിടെ പോയി കണ്ടേയില്ല. അവസാനം തേടി 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 പോയപ്പോൾ ഏതോ ഒരു മലയുടെ ഒരു സൈഡിൽ കുറേ ഭിക്ഷുക്കളുടെ കൂടെ പോയി. അങ്ങനെ ഭഗവാൻ നിശ്ചലമായിട്ടിരിക്കുന്നു. അപ്പോൾ ആരോട് ചോദിച്ചു, ഭഗവാനെ ഭഗവാനെ ഇങ്ങ വന്ന് ഉക്കാണ്ടിരിക്കാം, ഇങ്ങ ഭോജനക്ക് ടൈം ആച്ച് ഭഗവാനെ. എന്തിനാ ഭഗവാനെ ഇവിടെ വന്നിരിക്കണത്? അവിടെ ഊട്ടാക്കി ടൈം ആച്ച്, അവിടെ ഭക്ഷണത്തിന് സമയമായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഉങ്ക ആശ്രമത്തിലെ ഭിക്ഷുക്കൾക്ക് രണ്ടാമത് തന്നെ കൊടുക്കും. നിങ്ങളുടെ ആശ്രമത്തിലെ ഭിക്ഷുക്കൾക്കെല്ലാം രണ്ടാമതല്ലേ കൊടുക്കണത്? ഞാനും ഭിക്ഷുതാം, ഞാനും ഭിക്ഷുവാണ്. അതാണ് യതിവരപ്രഭു. താൻ ഒരാശ്രമത്തിൻ്റെ ഓണറാണ്, അല്ലെങ്കിൽ താൻ രമണ മഹർഷിയാണ്, തനിക്ക് ഇന്ന നാമമുണ്ട്, തന്നെ കാണാനാണ് പലരും വരണത്. ഈ ഭാവമേ ഇല്ലാതെ സാധാരണ ഒരു രൂപത്തിൽ ഒരു ഭിക്ഷു എന്ന ഭാവത്തിൽ ഇരിക്കണത് ആരോ അവനാണ് യതിവരപ്രഭു. ആ യതിവരപ്രഭു നതിരിയം തവ. അങ്ങനെയുള്ള ഗുരുവിനെ പോയി നമസ്കരിക്കുക. വീണ് പ്രണിപാതേന പരിപ്രശ്നേന സേവയ. വീണ് 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 നമസ്കരിച്ചോളുക അല്ലേ? സദ്ഗുരു പാദത്തെ നമ്പ്. ആ പാദത്തെ പോയി നമസ്കാരം ചെയ്ത്. എങ്ങനെ നമസ്കാരം ചെയ്യണം? ആ ശിവപദത്തിനെ തന്നെ നമസ്കാരം ചെയ്തോളൂ. ആത്മദായകം. ആ ശിവപദം എന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെയാണ്. ആചാര്യസ്വാമികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ശിവപദം എന്ന് പറയണത് ആത്മപദം തന്നെയാണ്. ആ അനുഭവമണ്ഡലമാണ്. ആ ശിവന്റെ ഒരു നാമം അനുഭവമാണ്. ആനന്ദസ്ഫുരത് അനുഭവാഭ്യാം നതിരിയം. അവിടെ നമസ്കരിക്കാം, ആ അനുഭവത്തെ നമസ്കരിക്കാം. ആ അനുഭവം എൻ്റെ സ്വരൂപമാണ് എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത തരംഗം, ഓരോ തരംഗവും ആ ഗുരുവിൻ്റെ പാദത്തെ കഴുകിയിട്ട് വരികയാണ്. അങ്ങനെയുള്ള അടുത്ത തരംഗം നമുക്ക് നോക്കാം. അമലനാമത്തെ സ്മരണതോ മമ ഹരതി ഹൃച്ചയം ക്ലേശസഞ്ചയം. അമലനാമത്തെ, അങ്ങയുടെ അജ്ഞാനത്തെ തുടച്ചു നീക്കണതായിട്ടുള്ള നാമം അല്ലേ? നാമദീക്ഷ. രമണ മഹർഷിക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നാമദീക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു നാമത്തിൽ ഒന്ന് ജപം കൂടെ ചെയ്തില്ല. നമ്മൾ ഒരിക്കലും രമണ മഹർഷിയെ മാതൃകയാക്കിയിട്ട് പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ രമണ മഹർഷിയെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. മാതൃകയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനത്തിൽ വയ്ക്കുക എന്നല്ലാതെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഭഗവാൻ ഒരു നാമത്തിൽ കിട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നിയതി. ഇത് പൂർവ്വജന്മത്തിൽ എത്രയോ സാധനങ്ങൾ ചെയ്തിരിക്കുമില്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ജന്മത്തിൽ അവിടെ ഒരു സാധനം നമുക്ക് കാണാൻ വയ്യ. ഒരേ ഒരു നാമം തൻ്റെ ബന്ധു വീട്ടിൽ യാദൃച്ഛികമായിട്ട്, എതിർച്ഛയാ അല്ലേ? ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ യൂസ് ചെയ്യണ ഒരു വാക്കാണ് എതിർച്ഛയാ. എതിർച്ഛയാന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അതിഥി രൂപത്തിൽ അല്ലേ? ഭഗവാൻ അതിഥി രൂപത്തിലൊക്കെ വരും എന്നുള്ളതിന് ഉദാഹരണം ഇതാണ് അല്ലേ? അതിഥിയെ സത്കരിക്കണം എന്ന് പറയാൻ കാരണം ഏതൊരു മഹാമന്ത്രം കൊണ്ടോ ഏതൊരു പരമാത്മ വിഷയത്തെ കൊണ്ടാണോ വരണതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അതിഥി രൂപത്തിൽ വന്നു. ചുമ്മാ കാഷ്വലായിട്ടൊരു ചോദ്യം ചോദിച്ചു, എങ്കെന്ത് പറയാൻ ചോദിച്ചു, എവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചു. അരുണാചലം. അരുണാചലം ഒരേ ഒരു വാക്ക്. ഈ അരുണാചലം എന്ന് കേട്ടതും ഈ കുട്ടിയുടെ ഉള്ളിൽ
എന്തൊക്കെയോ ഒരു ക്രിയേഷൻ സംഭവിച്ചു, എന്തൊക്കെയോ ഒരു ഇൻവേർഡ്നെസ്, വെളിയിൽ വിക്ഷേപം ഇരുന്ന മനസ്സിനെ ഉള്ളിലേക്ക് ഒരു തള്ള്, ഒരു ഒരു പുഷ് ഉള്ളിലേക്ക്. അതേ ടൈമിൽ അന്തർയാമി ഒരു പുൾ, അല്ലേ? വെളിയിൽ ഒരാൾ ഒരു പുഷ്, അന്തർയാമി ഒരു പുൾ. ഇത് ഹൃദയത്തിൽ പോയി ഇരുന്നു. അത്ര ഹൃദയത്തിൽ പോയി ആ നാമം ഇരുന്നു. പേർ നിனைத்திடவே പിടിത്ത് ഇഴുത്തனை ഉൻ പെരുമൈ യാരറിവാർ അരുണാചല. ആ പേര് തൻ്റെ അമലനാമം, അജ്ഞാനത്തിനെ നിവർത്തി ചെയ്യണത്, അല്ലെങ്കിൽ അജ്ഞാനം ലവലേശമില്ലാത്ത, മലമില്ലാത്തത്, ശാന്തമായിട്ടുള്ള തൻ്റെ നാമം എപ്പോൾ ഞാൻ കേട്ടോ, പിടിത്ത് ഇഴുത്തനെ, എന്നെ ഈ സംസാര ചക്രത്തിൽ നിന്ന് പിടിച്ച് ഇഴുത്ത് ഉൻ പദത്തിലിരുത്തി. അവിടെ എവിടെയാണോ ഭഗവത് പദം, ഇല്ലേ, ശിവപദം, ആ ശിവപദത്തിൽ കൊണ്ടിരുത്തി. അതുകൊണ്ട് തന്നെ അടിയാറുകളും ഒക്കെ കണ്ടിരിക്കുന്നത് പരമേശ്വരനായിട്ട് തന്നെയാണ്. ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അമ്മയ്ക്ക് പറ്റിയിട്ടില്ല, സഹോദരിക്ക് പറ്റിയിട്ടില്ല, അടിയാറുകൾക്കൊന്നും ഒരു വ്യക്തിയായിട്ട് പറയാൻ പോലും പറ്റിയിട്ടില്ല. അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് സാക്ഷാത് ദക്ഷിണാമൂർത്തി രൂപം, മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം. ആ പരബ്രഹ്മതത്വമാണ്, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആരും ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു രൂപമോ ഭാവമോ ഒന്നും പറഞ്ഞിട്ടില്ല. വേദനായകൻ വേദഭൂഷണൻ വേദമേ ഉരുവാനവൻ, വേദമേ ഉരുവാനവൻ. ഹീസ് എ രൂപ ഓഫ് വേദ. വേദം എന്താണോ അത് പരമേശ്വരൻ. ആ പരമേശ്വരൻ തന്നെയാണ് രമണ മഹർഷി എന്ന് പലരും പറഞ്ഞിരിക്കുന്നത്. മുരുകനാർ സ്വാമി പാടിയിരിക്കുന്നത് കൂടെ അങ്ങനെയാണ്. അപ്പോൾ അമലനാമ അരുണാചലം എന്നൊരു നാമം കേട്ടപ്പോൾ ഉള്ളില് പെർഫെക്റ്റ്ലി ഉള്ളിൽ ആ ഒരു ട്രാക്കിൽ പോയി അങ്ങോട്ട് വീണു. ഭഗവാൻ പിൽക്കാലത്ത് പറയുന്നുണ്ട്, അരുണാചലം എന്ന് പറയുന്ന ഈ മലയുണ്ടല്ലോ, അറിവില്ലാത്തവർക്ക് വെറും ജഡമായ ഒരു മല. അവിടെ പോയി ഫോട്ടോ എടുക്കണോ, ഇത് ചെയ്യണോ, സെൽഫി എടുക്കണോ, നമ്മൾ പോകുമ്പോൾ ഒക്കെ കാണാം. അതിൽ കയറണം എന്ന് പറയണു, മല കയറണം എന്ന് പറയണു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതേതോ അദ്ഭുത വസ്തുവാണത്രേ. അറിവരും ഗിരിയണൈ അമർത്തരും അമ്മാ അതിശയം അതിൻ ഷെയൽ അറിവിതിലാർക്കും. അതിശയം അതിൻ ഷെയൽ, അതിൻ്റെ വേല എന്താണെന്ന് ആർക്കും അറിയില്ല അത്രേ. അറിവര് ശിരു വയതു മുതൽ അരുണാചലം മിക പെരുതന്. പക്ഷെ എനിക്ക്, ആ മഹർഷിക്ക് ചെറിയ വയസ്സ് തൊട്ട് അരുണാചലം എന്ന് പറയണത് ഏതോ എത്താൻ പറ്റാത്ത ഏതോ ഒരു ഉയരം, ഈ ലോകത്ത് ഒരു കാലത്തും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഏതോ ഒരു ഉയരം എൻ്റെ ഉള്ളിൽ ചെറിയ വയസ്സ് തൊട്ട് കിടക്കണു. അത് തിരുവണ്ണാമലയന ഒരുവരാൾ അറിവുറപ്പെട്ടേൻ. അത് തിരുവണ്ണാമലയെന്ത്, അത് തിരുവണ്ണാമലയാണെന്ന് ഒരാളാൽ അറിയപ്പെട്ടു. നോക്കൂ, അത് ഗുരു കൂടെ അല്ല. നമ്മൾ പറയണ ഈ ലക്ഷണമൊത്ത ഗുരു, കമണ്ടലു, രുദ്രാക്ഷമാല ഇങ്ങനെയൊന്നുമില്ല. ഏതോ ഒരു കാഷ്വൽ രൂപത്തിൽ ഭഗവാൻ വന്ന ഉപദേശത്തെ അങ്ങോട്ട് കൊടുത്തിട്ട് പോയി. അത് തിരുവണ്ണാമലയന ഒരുവരാൽ അറിവുറപ്പെട്ടേൻ എൻ മതിയിനെ മരുട്ടി അരികിനിൽ ഈർത്ത് അമയമിത ചലമാ കണ്ടേൻ. അത് എൻ്റെ ബുദ്ധിയെ മുഴുവൻ അങ്ങോട്ട് ഫ്രഷാക്കി, അങ്ങോട്ട് മുഴുവൻ കഴുകി, പഴയ അഴുക്കിനൊക്കെ അങ്ങോട്ട് കഴുകി കളഞ്ഞിട്ട് അരികിനിൽ ഈർത്ത് അതിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് അച്ചലമാ കണ്ടേൻ. പിന്നെ ആ മനസ്സ് നിശ്ചലം പൂർണ്ണമായി അത്രയും. അപ്പോൾ അങ്ങനെയുള്ള അമലനാമത്തെ ഗുരു, അങ്ങയുടെ നാമമുണ്ടല്ലോ നവമാണ്, പുതിയതാണ്, പഴയതാവേയില്ല. രമണ എന്ന വാക്കിന് നോക്കൂ, രമണ ചരണ തീർത്ഥ. ഈ രമണ എന്ന വാക്ക് എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ നവം എന്നർത്ഥം, പുരാണം എന്നർത്ഥം. നവോ നവോ, പുതിയത് 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 എന്നർത്ഥം, അല്ലേ? അതേ ടൈമിൽ പുരാണം എന്ന വാക്കിന് പഴയത് എന്നർത്ഥമുണ്ട്. മാണിക്യവാചകർ സ്വാമി തിരുവാചകത്തിൽ പറഞ്ഞു, മുന്നം പഴംപൊരുളുക്ക് മുന്നേ പഴംപൊരുളെ. പഴയ ഒരു തിങ്, അല്ലേ? വീട്ടിലൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഓൾഡ് തിങ്, ബട്ട് ഇറ്റ് ഈസ് പ്രഷ്യസ്, ഇന്നും പുതിയതുപോലെ. അപ്പോൾ രമണീയം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷായിട്ട്, പുതിയതായിട്ട്, എത്ര പഴയതാണെങ്കിലും നമുക്ക് ബോറടിച്ചു പോകാത്ത ഒരു ഫ്രഷ്നെസ് ഉള്ളതായിട്ടുള്ള അമലനാമത്തെ സ്മരണത്തോ മമ, അതിനെ നിത്യനിരന്തരം ഞാൻ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഗുരുസ്മരണ. ആ മുന്നം അവനുடைய നാമം കേട്ടാൽ മൂർത്തി അവനിരിക്കും വണ്ണം കേട്ടാൽ.
ആ നാമത്തിലൂടെ അല്ലേ മാണിക്യവാചകർ സ്വാമി തിരുവാചകത്തിൽ ആരംഭം ശിവപുരാണത്തിലെ ആരംഭം തന്നെ പറഞ്ഞിരിക്കുന്നത് നമഃശിവായ വാഴുക. ആ നമഃശിവായ എന്ന പഞ്ചാക്ഷരത്തെയാണ് ആദ്യം വർക്ക് ചെയ്തത്. നാഥൻ താൾ വാഴുക, പിന്നെയാണ് നാഥൻ്റെ പാദം വന്നത്. ആ നമഃശിവായ എപ്പോ ലീവാവും, എപ്പോ ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞാൽ ആ നമഃശിവായ നമ്മൾ എടുത്ത് ജപം ചെയ്ത് അപ്ലൈ ചെയ്ത് ഇറ്റ് വിൽ ബി ആപ്ലിക്കബിൾ ആൻഡ് ഇറ്റ് വിൽ ആക്റ്റീവ്. അത് ആക്റ്റീവായിട്ട് നാഥൻ്റെ പാദത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു നാമത്തിൻ്റെ മഹിമ, ആ നാമത്തിന് സ്മരണ എങ്ങനെയാണ് സ്മരണ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഭഗവാൻ രമണ മഹർഷി ഉപദേശസാരത്തിൽ നമുക്ക് പറഞ്ഞു തരണതുണ്ട്. ഉത്തമസ്തവാത് ഉച്ചമന്തതഃ ചിത്തജം ജപ ധ്യാനമുത്തമം. ഉത്തമസ്തവാത്, ആദ്യം ഭഗവത് നാമങ്ങളും സഹസ്രനാമാവലിയും ഒക്കെ ഉറച്ച് ജപിച്ചോളുക. വൈഖരി ശബ്ദത്തിൽ തന്നെ ജപിച്ചോളുക. ഉച്ചമന്തത, പിന്നെ ഉച്ചത്തിൽ ജപിച്ചോ, പിന്നെ മന്ദത്തിൽ ജപിച്ചോ. ചിത്തജം ജപ, പിന്നെ ആ ചിത്തജം എന്ന് പറഞ്ഞാൽ മാനസീ ജപം. ആ മാനസീ ജപത്തിൽ ഉള്ളിൽ നിത്യനിരന്തരം ജപം നടന്നുകൊണ്ടേയിരിക്കുക, സ്മരണ നടന്നുകൊണ്ടേയിരിക്കുക. ഇല്ല ജ്ഞാനേശ്വര് പറഞ്ഞതുപോലെ ഏകതത്വനാമ ദൃഢധരീ മന ജ്ഞാനേശ്വര മൗന ജപമാല അന്തരി. ഉള്ളില് ബാഹ്യമായിട്ടൊരു ജപമാലയൊന്നുമില്ല, അന്തരത്തിൽ ആ ജപമാല, ആ ജപം, ആ പ്രക്രിയ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് അനുസന്ധാനം, അതാണ് സ്മരണ എന്ന് പറയുന്നത്. സ്മരിച്ചുകൊണ്ടേയിരിക്കുക. സ്മരണാത് അരുണാചലം. സ്കന്ദപുരാണം പറയണത് അരുണാചലത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ആ നാമത്തെ കൂടുതലും സ്മരിച്ചു കൊണ്ടിരുന്നാൽ അത് മുക്തിക്ക് കാരണമാവും. എന്ന് വെച്ചാൽ അചലമായ ഒരു പൊരുൾ, അത് നമ്മുടെ സ്വരൂപമാണ്. ആ സ്വരൂപത്തെ നിത്യനിരന്തരം ഞാൻ അനുസന്ധാനം ചെയ്യല്, സ്മരണ ചെയ്യല്. ആ സ്മരണ തന്നെ നമുക്ക് സർവ ദുഃഖത്തിനും ഇല്ലാതാക്കും. എന്താ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഈഗോ പ്രോബ്ലംസ് അല്ലേ, ഞാൻ എൻ്റേത് എന്നുള്ളൊരു മമത, ഇച്ഛകൾ അല്ലേ. ഇതാവണം, ആർട്ട് ഓഫ് ബിക്കമിങ്, ആർട്ട് ഓഫ് ബീയിങ്. ഞാൻ അതാവണം, ഇതാവണം, ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരത്തിന് ചേർന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം, ഈ ശരീരത്തിന് നല്ല സുഖമായിട്ട് വയ്ക്കണം. ഇങ്ങനെയുള്ള ഇച്ഛകളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങളെ മുഴുവൻ ഇറ്റ് വിൽ വൈപ്സ് ഔട്ട് അല്ലേ. രമണ ചരണ തീർത്ഥം എന്ത് ചെയ്യണമെന്നാണ് തീർത്ഥീകരം. അവിടെ മുഴുവൻ പെർഫെക്റ്റ്ലി ക്ലീൻസ് ചെയ്യണു, ആ പാതയെ ക്ലീൻ ചെയ്യണു. അതുകൊണ്ട് തന്നെ ആ തീർത്ഥ ശബ്ദത്തിന് അവിടെ പുണ്യം എന്നർത്ഥം, പുരാതനം എന്നർത്ഥം. അതൊരു പുണ്യാഹം. ആ പുണ്യാഹത്തിൽ പോയി നമ്മൾ കുളിക്കുക, അതൊരു ഗംഗ അല്ലേ. അതിൽ പോയി കുളിച്ചാൽ സർവ ഈഗോ വിൽ വൈപ്പ് ഔട്ട്. ഏകനാഥൻ എന്നൊരു മഹത് വ്യക്തി, അദ്ദേഹത്തിന് ഇപ്പോൾ നാട്ടിലൊക്കെ ഉള്ള പലരും പറയണു ഇദ്ദേഹത്തിന് ദേഷ്യമേ വരില്ല. ഇപ്പോൾ ഒരു ബെറ്റ് വെച്ചു പലരും തമ്മിൽ, ഇദ്ദേഹത്തിന് ദേഷ്യം എങ്ങനെയും വരുത്താം. അങ്ങനെ ഒരാളെ നിശ്ചയിച്ചു. ഒരു ദിവസം ഇയാൾ ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് സ്നാനം ചെയ്ത് അനുഷ്ഠാനമൊക്കെ കഴിഞ്ഞിട്ട് മുന്നിലേക്ക് വന്ന ടൈമിൽ ഈ നിന്ന ആള് വെറ്റില മുറുക്കിയിട്ട് തുപ്പി കൊടുത്തു മുഖത്തൂടെ. ഒരു പ്രാവശ്യം തുപ്പി, ഇദ്ദേഹം പോയി വീണ്ടും കുളിച്ചു, വീണ്ടും തുപ്പി. അങ്ങനെ 27 തവണ ഈ പ്രോസസ്സ്, ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരുന്നു. 28ാമത്തെ തവണ ഇയാൾ പോയി കാല് വീണിട്ട് പറഞ്ഞു, അങ്ങ് വലിയ മഹാത്മാ, അങ്ങക്ക് ഇതുവരേക്കും ദേഷ്യം തോന്നിയില്ല, ഞാൻ അങ്ങേ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് കാലിൽ പോയി വീണപ്പോൾ ഇദ്ദേഹത്തിനെ ഇങ്ങനെ എണീപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങ് വലിയൊരു സിദ്ധപുരുഷൻ, വലിയൊരു മഹാത്മാ, അങ്ങ് കാരണം ഇന്നെനിക്ക് 27 തവണ ഗംഗാ സ്നാനം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു തവണ തുപ്പിയത് കൂടെയും അങ്ങയുടെ ഉള്ളിൽ ഒരു ദ്വേഷമുണ്ടാക്കിയില്ലേ, ഒരു ദേഷ്യം വന്നില്ലേ, എൻ്റെ അടുത്ത് എന്തെങ്കിലും സങ്കടമെങ്കിലും വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ തുപ്പിയ ചളി എൻ്റെ മുഖത്തു പറ്റിയത് എനിക്ക് തീർത്ഥത്തിൽ പോയി കുളിച്ചാൽ മാറും, ഗംഗയിൽ പോയി കുളിച്ചാൽ മാറും. നിന്നെ ഞാൻ തിരിച്ച് ദേഷ്യത്തിലോ ദ്വേഷത്തിലോ രാഗത്തിലോ ഒക്കെ നിന്റെ ഞാൻ പെരുമാറിയാൽ, നിന്റെ അടുത്തൊരു ദേഷ്യം വന്നാൽ ആ ചെളി എൻ്റെ ഉള്ളിൽ പരേണ്ടത് ഒരു ഗംഗയിൽ കുളിച്ചാലും അതിന് ഫലമേ ഇല്ല. പക്ഷേ
ആ ഈഗോയെ ക്ലീൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഗംഗ, അത് സദ്ഗുരുവിൻ്റെ തീർത്ഥമാണ്, ആ സദ്ഗുരുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് ഒരു നാമപാരായണം അല്ലെങ്കിൽ നാമജപത്തിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് റിസൾട്ട് ഈസ് ചിത്തശുദ്ധി. ചിത്തം ശുദ്ധമാവും. ആ നാമം ജപിക്കുക 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 ചിത്തം പതുക്കെ 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 അത് കുളിരുക എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമാവുക എന്നർത്ഥം. അങ്ങനെ ശുദ്ധമായി ക്ലേശസഞ്ചയം. ഈ ക്ലേശം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് ഒരു നാമമാണ് ക്ലേശം. ഈ സംസാര താപോപശമനം. ഈ ക്ലേശം എന്ന് പറഞ്ഞാൽ സംസാര താപം ഒരു ക്ലേശം, ഈ ശരീരം ഒരു ക്ലേശം അല്ലേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ. ഈ ക്ലേശത്തിനെ അങ്ങോട്ട് നശിപ്പിക്കാൻ. ഈ ക്ലേശം എന്ന് പറഞ്ഞാൽ സഫറിങ്, ഡെത്ത്. ഈ സറൗണ്ടിങ്സ്, ഈ പ്രകൃതി, ഇതെല്ലാം സഫറിങ് ആണ്, ഡെത്താണ്. ആ ഡെത്തിൽ നിന്നും നമ്മുടെ അമൃതത്വത്തിലേക്ക്, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ തുടച്ചു നീക്കി ശുദ്ധമാക്കി ക്ലേശ നിവാരണം ചെയ്ത് ക്ലേശത്തെ അപ്പാടെ ഓട്ടിക്കണം അല്ലേ. യാതേ രുദ്രശിവ തനൂരഘോര അപാപകാശിനി. പരമേശ്വരൻ്റെ ആ ശരീരം പാപത്തെ മുഴുവൻ ഇല്ലാതാക്കി നമ്മളെ പ്രകാശിപ്പിക്കണു എന്ന് ശ്രീരുദ്രം വേദമേ പറയണു. അപ്പോൾ അങ്ങനെയുള്ള ഗുരു, ആ ഗുരു അമലനാമ. അവിടെ മലമേല, അവിടെ ശുദ്ധമാണ്. ആ ശുദ്ധമായ നാമം നിത്യനിരന്തരം സ്മരണം ചെയ്ത് ഉള്ളില് ആ ഈഗോ അല്ലേ, അവസാനത്തെ ഞാന്ന ഭാവം ഉണ്ടല്ലോ, ആ ഭാവത്തെയും അങ്ങോട്ട് ഇല്ലാതാക്കി, അതങ്ങോട്ട് ഇല്ലാതാക്കി നോക്കിയാൽ ഉള്ളി തൊലിക്ക 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 ഉള്ളിൽ നോക്കിയാൽ ഒന്നുമേ കാണില്ല. ഉള്ളിൽ നോക്കിയാൽ പിന്നെ ഒന്നും അവിടെ ഉണ്ടാവില്ല. അതുപോലെ അങ്ങനെ തന്നെ ഇരിക്കല്. അപ്പോൾ ആ ചിത്തവൃത്തി മുഴുവൻ അങ്ങോട്ട് മാറിയാൽ പിന്നെ ഏതൊന്നാണോ അവശേഷിക്കുന്നത് അത് ശിവപദം. അത് തന്നെയാണ് നമ്മുടെ സ്വരൂപം. അവിടെ ക്ലേശത്തെ മുഴുവൻ സഞ്ചയിപ്പിച്ചു കഴിഞ്ഞു. പ്രപഞ്ചം ഉപശമമായി കഴിഞ്ഞു. ഏകാത്മ പ്രത്യ സാരത്തിൽ നമ്മൾ പോയിരിക്കണം. ശാന്തം നമ്മുടെ സ്വരൂപമായിട്ട് പൊങ്കി തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത്. പൊങ്ങി 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 ഒരേ ഒരു ജലാശയമാക്കി മാറണു. അതുപോലെ ഈ ക്ലേശത്തെ മുഴുവൻ സഞ്ചയിപ്പിച്ച് നമ്മുടെ ഉള്ളില് ഭഗവാൻ ഗുരു ഉള്ളിൽ പ്രതിഷ്ഠയായി ശിവപദത്തിലിരുന്ന് നമ്മളെയും ആ പദമാക്കി മാറ്റണം. ആ ശിവൻ രണ്ടും വേറെ വേറെ അല്ലാതെ ഐക്യപ്പെട്ടിരുന്ന പിന്നെ എവിടെ വിരഹം, എവിടെ വിരഹവേദന? ഗുരുവിനെ നമ്മൾ വെളിയിൽ കാണുമ്പോഴാണ് ഈ വിരഹവേദന വരുന്നത്. ചിലപ്പോൾ ഗുരുവിനെ കാണാതിരിക്കുമ്പോൾ, ആ സന്നിധി വിട്ടു പോകുമ്പോൾ വിരഹവേദന വരണം. വിരഹവേദന വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗുരുവിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം ഹൃദയത്തിൽ. ആദ്യം ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ വരില്ല. പതുക്കെ പതുക്കെ ആവാഹനം, പുനരാവാഹനം, ഇങ്ങനെ ആവർത്തിയായിട്ട് ഇല്ലേ. സംസ്കൃതത്തിൽ ഇതിന് ആവാഹനം എന്നാണ് പറയണത്. ഒരിടത്തുനിന്ന് ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കുക. ആദ്യം പ്രകൃതിയിൽ നിന്ന് പ്രതിഷ്ഠിക്കുക. അതേപോലെ ഒരു വസ്തുവിനെ നമ്മൾ ഉള്ളിൽ പ്രതിഷ്ഠയാക്കി, സങ്കല്പത്തിലൂടെ പ്രതിഷ്ഠയാക്കി കഴിഞ്ഞാൽ ആ ഗുരു വിൽ എൻറ്റർ ഇൻ ടു അവർ ഹാർട്ട്. പിന്നെ നമുക്ക് വിരഹവേദനയേ ഇല്ല അല്ലേ. എന്നെ അഴിത്തിപ്പോൾ എന്നെ കലവാവിടിൽ ഇതോ ആൺമയ അരുണാചല. നമുക്കൊക്കെ വേണ്ടിയിട്ട് അക്ഷരമണമാലയിൽ ഭഗവാൻ പാടിയിരിക്കുന്നത് എന്നെ അഴിത്തിപ്പോൾ, എന്നെ ഇപ്പോൾ പിടിച്ച് വലിച്ചിട്ട് എന്നെ കലവാവിടിൽ, എന്നോട് ചേർന്നിരുന്നില്ലെങ്കിൽ ഇതുവോ ആൺമയ അരുണാചല, ഇതാണോ നിന്റെ പൗരുഷം എന്ന് ചോദിച്ചു ഭഗവാൻ. ആൺമയ അരുണാചല. അതുപോലെ ഗുരു എപ്പോഴാണോ നമ്മളെ വിട്ട് വിലകണമെന്ന്, നമ്മളെ വിട്ട് സെപ്പറേറ്റ് ആവണമെന്ന് തോന്നൽ വരണോ, ആ ടൈമിലൊക്കെ ഇതിനെ ആവാഹിക്കുക, കുംഭാഭിഷേകം നടത്തുക. എന്താണ്? ഉള്ളിലേക്ക് ഗുരുവിനെ ആവാഹിച്ച് ഒരിടത്ത് പ്രതിഷ്ഠ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളെ വിരഹവേദനയൊക്കെ പോകും. വിരഹവേദനാം കഥമഹം സഹേ
സന്നിധിം തവ ദർശയാശു മേ. ആ വിരഹവേദനയൊക്കെ ഇല്ലാതാക്കി ഭഗവാൻ എന്നോട് ചേർന്ന് ആ സന്നിധിയാക്കി മാറ്റി എന്നെ സദാ എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷ രൂപത്തിൽ അപരോക്ഷമായിട്ട് നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ, നിത്യോപലബ്ധിയായിട്ട് സദാ ഇരിക്കണ ഒരു പൊരുളായിട്ട് എൻ്റെ ഉള്ളിൽ ഇരിക്കാന്ന് അടുത്ത ജപം, അടുത്ത മന്ത്രം, അടുത്ത തരംഗം അത് നമുക്ക് തുടർന്ന് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.